റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ ഫല്യഖുൽ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഹബീബായ നബി തങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആദബുകൾ, മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അദബ്, ഒരു മര്യാദ, ഒരു ഇബാദത്താണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. പലപ്പോഴും നമ്മൾ അറിയാതെ മറന്നിട്ടോ ശ്രദ്ധയിൽ തെറ്റിയിട്ടോ പോകുന്ന ഒരു ദിക്റാണ്. ചില പള്ളികളിലൊക്കെ രണ്ട് ഭാഗത്ത് എഴുതി വെച്ചതായിട്ട് കാണാറുണ്ട്. ഈ ദിക്ർ ഹബീബായ നബി തങ്ങൾ പള്ളിയുമായി ഒരുപാട് അദബ് നമ്മോട് കീപ്പ് ചെയ്യാൻ പറയുന്നു. എന്നാൽ ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ അദബിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇത് നബി തങ്ങൾ പറയാം, നിങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ വലത് കാൽ വെച്ചാണല്ലോ കയറേണ്ടത്. പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ന് ചെല്ലണം, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ ഞങ്ങളിലേക്ക് തരണേ, എന്നിലേക്ക് തുറന്നു തരണേ എന്നുള്ള ദിക്റാണ്. ആ ദിക്ർ ചൊല്ലിയിട്ട് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്. ഈ ദിക്ർ പള്ളിയോടുള്ള അദബാണ്, മര്യാദയാണ്, അതൊരു ഇബാദത്താണ്. എന്നാൽ ആ ദിക്ർ ചൊല്ലുന്നതോടുകൂടി, ദിക്ർ ചൊല്ലിയിട്ടാണ് പള്ളിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ, ആത്മാർത്ഥമായി ചൊല്ലി കയറുന്ന ആളാണെങ്കിൽ പരിപൂർണമായിട്ട് അവന് പള്ളിയുടെ ബാക്കിയുള്ള അദബുകളൊക്കെ പാലിക്കാൻ കഴിയുന്ന. കാരണം അള്ളാഹിന്റെ റഹ്മത്തിനെ പള്ളിയിൽ കയറുമ്പോൾ ചോദിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് നമുക്ക് ഇബാദത്തിൽ ഖുശൂ കിട്ടാനുള്ളത്. നമ്മൾ പള്ളിയിൽ കയറി ചെയ്യുന്ന ഇബാദത്തുകൾക്ക്, നമ്മൾ ഓതുന്ന ഖുർആൻ പാരായണങ്ങൾക്ക്, നമ്മൾ പള്ളിയിൽ ചെയ്യുന്ന ദിക്റുകൾക്ക്, ഇതിനൊക്കെ ഒരു ഖുശൂ കിട്ടുക, അതുപോലെ തന്നെ പള്ളിയുടെ അദബ് കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റുള്ള റഹ്മത്ത് എന്നുള്ള കോമണാണ്. അള്ളാന്റെ റഹ്മത്ത് ചോദിക്കുക, റഹ്മത്ത് കിട്ടുക എന്നുള്ളത് കോമൺ ആയ ഒരു കാര്യമാണ്. മൊത്തത്തിൽ എല്ലാ കാര്യവും, ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട, ആഖിറവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അള്ളാന്റെ റഹ്മത്ത് എന്നതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോ പള്ളിയിൽ കയറുമ്പോൾ റഹ്മത്തിന് ചോദിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ ഈ ഒരു തഫ്സീർ ചെയ്ത് പറയാണ്, പള്ളിയിൽ ഇബാദത്ത് എടുക്കുമ്പോൾ ഖുശൂ ലഭിക്കും, അതുപോലെ തന്നെ പള്ളിന്റെ അദബുകൾ കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ്. ഇതിൽ മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ റിസ്കിന്റെ കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. പള്ളിയിൽ കയറുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹ് കാണാതെ അറിയിക്കാരം, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് വിളിക്കും. ഇൻഷാ അല്ലാഹ് അത് പരമാവധി ഇൻഷാ അല്ലാഹ് പള്ളിയിൽ കയറുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ നമ്മൾ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.